കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദിയുടെ ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ബയാൻ പാലസിൽ നടന്ന ചടങ്ങിലാണ് കുവൈറ്റ് അമീർ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. പരമ്പരാഗതമായി രാഷ്ട്രത്തലവന്മാർക്കും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും സൗഹൃദത്തിന്റെ അടയാളമായി നൽകുന്ന ആദരമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രിയെ പുരസ്കാരത്തിന് അർഹനാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് അംഗീകാരം. ബിൽ ക്ലിന്റൺ, ചാൾസ് രാജകുമാരൻ, ജോർജ് ബുഷ് തുടങ്ങിയവർക്കാണ് മുൻകാലങ്ങളിൽ ഈ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിനും സമർപ്പിക്കുന്നുവെന്ന് എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചു. ബയാൻ കൊട്ടാരത്തിലെ സെറിമോണിയൽ ഗാർഡ് ഓഫ് ഓണർ നരേന്ദ്രമോദി സ്വീകരിച്ചു. ഇന്ത്യയും കുവൈത്തും ചരിത്രത്തിലും സംസ്കാരത്തിലും പരസ്പര ബഹുമാനത്തിലും വേരൂന്നിയ ബഹുമുഖ ബന്ധങ്ങൾ പങ്കിടുന്നുവെന്ന് മോദി പറഞ്ഞു. ഊർജം, വ്യാപാരം, നിക്ഷേപം എന്നീ മേഖലകളിൽ വ്യാപിക്കുന്നു ശക്തമായ ബന്ധം. ഇന്ത്യൻ പ്രവാസി സമൂഹവും സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാലുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുള്ളയെയും കണ്ടു. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് സൗഹൃദപരമായ ബന്ധത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാന മേഖലകളിൽ ഉടനീളം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണയായി. ദശലക്ഷത്തോളം വരുന്ന കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമീറിനെ നന്ദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലും കുവൈറ്റിന്റെ വികസനത്തിലും ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ അമീർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.